ഹായ്, ആഡ്ലിസ്മിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ടൈറ്റിൽ എന്താണെന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതായത് ബ്രഷിനെ എങ്ങനെ വരച്ച് വരയിൽ നിർത്താമെന്ന്. അപ്പോൾ സംഭവം ഭയങ്കര സിമ്പിളാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു ബ്രഷിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതായത് ഒരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ബ്രഷ് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരൊറ്റ ബ്രഷ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്ലാറ്റ് ബ്രഷ് മാത്രമാവാം, അല്ലെങ്കിൽ റൗണ്ട് ബ്രഷ് മാത്രമാവാം. അപ്പോൾ ഈ ഫ്ലാറ്റ് ബ്രഷിൻ്റെ റൗണ്ട് ബ്രഷിൻ്റെ ഒക്കെ എഡ്ജും ടിപ്പും ബേസും ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട്, അതായത് എങ്ങനെയാണ് നിങ്ങളത് ഹോൾഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ പ്രഷർ കൊടുക്കേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്, അതായത് ഒറ്റ ബ്രഷ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആക്രിലിക്കിൽ. അതേപോലെ തന്നെ നമ്മൾ റീസെൻ്റ്ലി ചെയ്ത കുഞ്ഞാറ്റൻ്റെയും ചോക്കിൻ്റെയും പെയിൻറ്റിംഗ് ഇല്ലേ, അത് ഒറ്റ ബ്രഷ്, അതായത് റൗണ്ട് സൈസ് 6 റൗണ്ട് ബ്രഷ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ചാനലിൽ ഓൾറെഡി കുറേ വാട്ടർ കളർ സെഷൻസും ആക്രിലിക് സെഷൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പെയിൻറ്റ് എങ്ങനെയാണ് മിക്സ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇതിപ്പോൾ ട്യൂബിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പെയിൻറ്റാണ്, അതിൻ്റെ കൂടെ വെള്ളമൊന്നും ചേർത്തില്ല. ഇനി നമ്മൾ കുറച്ചായിട്ട് വെള്ളം, ഒരുപാട് വെള്ളം എടുത്ത് പാരല്ല, കുറച്ചായിട്ട് വെള്ളം യൂസ് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ കുത്തിക്കലക്കി വെക്കണ്ട കേട്ടോ, ജസ്റ്റ് സൈഡിൽ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ കുറച്ച് വൃത്തിയും ഉണ്ടാവും, അതേപോലെ നമുക്ക് ആവശ്യമുള്ള കളറുകൾ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അതിനെ മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കാണ് ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പേപ്പർ ഒന്ന് വെറ്റാക്കുക, അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കളറിൻ്റെ കൂടെ ഒരുപാട് വെള്ളമായിപ്പോയി കഴിഞ്ഞാൽ പിഗ്മെൻറ്റ്സിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ അതായത് പേപ്പർ ഓൾറെഡി വെറ്റാണ്, അതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് വെള്ളത്തിലുള്ള കളറും കൂടി ആക്കി കൊടുക്കുമ്പം പിഗ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പെയിൻറ്റ് ഒരുപാട് ലൈറ്റായി പോവും. അപ്പോൾ നമുക്ക് അങ്ങനെ അത്ര ലൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കുക പെയിൻറ്റിൻ്റെ കൂടെ. പിന്നെ നമ്മൾ ബ്രഷിൻ്റെ മുകളിൽ ഒരുപാട് വെച്ചാൽ നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷറൊന്നും കൊടുത്തിട്ട് ഭയങ്കര അമർത്തിയൊന്നും പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വാട്ടർ കളർ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം കുറച്ചൊരു പ്രഷർ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രഷ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്ന് ബെൻഡ് ആവുന്നില്ലേ, ആ ബെൻഡ് ആവുന്ന പോലെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ കുറച്ച് കളർ ഡാർക്കായിട്ടും. വേറെ ഒന്നുമില്ല, നമ്മളടുത്തത് നമ്മൾ ഭയങ്കര ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് പേപ്പറിന് തൊട്ടു എന്നുള്ള രീതിക്ക് ഒന്ന് വലിച്ചു വിടുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റായിട്ടാണ് വന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പിഗ്മെൻറ്റ്സ് അതിനകത്ത് കുറയുന്നതിനെ കൊണ്ടാണ്. പിന്നെ നമ്മൾ വെള്ളം കൺട്രോൾ ചെയ്യുന്നത്, ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മളൊരു തിൻ സ്ട്രോക്കൊക്കെ വരയ്ക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ അത് ഭയങ്കര തിക്കായി പോവും, അത് തിന്നായി കിട്ടില്ല ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ. അതേപോലെ നമ്മൾ ഒരു ആംഗിളിൽ പിടിക്കുന്നത്, നമ്മൾ ഒരുപാട് പേപ്പറിനോട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ സ്ട്രോക്കാണ് നമുക്ക് കിട്ടുക. നമ്മൾ അതേപോലെ കുറച്ചൊരു ആംഗിളിൽ പേപ്പറിനെ കുറച്ച് വിട്ടിട്ടുള്ള ആ ഒരു ആംഗിളിലാണെങ്കിൽ കുറച്ചും കൂടി മെലിഞ്ഞ രീതിക്കാണ് കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കുറച്ച് ഭയങ്കര തിന്നായിട്ടുള്ളത് വേണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്രഷിൽ ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം റിമൂവ് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തിന്നായിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം പിഗ്മെൻറ്റ്സ് ആണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ പിഗ്മെൻറ്റ്സ് കൂടുതലും വെള്ളം കുറവെന്നുള്ള രീതിക്ക്, വെള്ളം കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലോത്തിൽ തുടച്ചതിന് ശേഷം ഫ്രീ ആയിട്ട് വരയ്ക്കുക. നമ്മൾ പ്രഷറോ ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് നമ്മൾ പേപ്പറിന് തൊട്ടില്ല എന്ന രീതിക്ക് പിടിച്ചിട്ട് വരയ്ക്കുക. ഇത് നമ്മൾ ബ്രഷിനെ ഹോറിസോണലാക്കിയിട്ടാണ് പേപ്പറിനെ പിടിച്ചത്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഫ്ലാറ്റ് ബ്രഷിൻ്റെ ടിപ്പിലുള്ള രണ്ടും നല്ല ഷാർപ്പാണ്, അതായത് പോയിൻറ്റഡ് ആണ്. അപ്പോൾ ആ ടിപ്പ് കൊണ്ട് നമ്മൾ സൈഡ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് തിൻ സ്ട്രോക്സ് ആണ് കിട്ടുക. ഇതിനും നമ്മൾ ബ്രഷിലധികം വെള്ളം യൂസ് ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ നമ്മൾ ഒരു ട്രീ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ ട്രീ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ വരുന്ന ഷെയ്ഡ്സും കാര്യങ്ങളും ഒക്കെ ഫ്ലാറ്റ് ബ്രഷിൻ്റെ പല സ്ട്രോക്കും പലതും കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ബ്രഷ് കൊണ്ട് എല്ലാ പെയിൻറ്റിങ്സും ചെയ്യാം. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കുറേ ബ്രഷുകൾ വാങ്ങുമോ, അല്ലെങ്കിൽ എൻ്റെ ഈ ബ്രഷ് ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്നൊന്നും പറയേണ്ട. നിങ്ങളെ കയ്യിലുള്ള ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ട്രീൻ്റെ ലീഫൊക്കെ നമ്മൾ ജസ്റ്റ് ബ്രഷിനെ അതിൻ്റെ ഒരു കോർണർ കൊണ്ട് ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ട്രീൻ്റെ ലീഫ് പോലെ ഒരു ഷേപ്പ് ഫോം ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അതിനെ ലീഫ് ഇതാക്കുന്നത്. അപ്പോൾ ആ ലീഫും ഇതിനൊക്കെ ലൈഫ് കൊടുക്കുന്ന എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷെയ്ഡ് കൊടുത്തെങ്കിൽ അതിനൊരു ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ലൈറ്റും ഡാർക്കും ഷെയ്ഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഡെപ്ത് തോന്നിക്കും.
അതേപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ജസ്റ്റ് പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാസും അങ്ങനത്തെ എല്ലാ ടെക്സ്റ്റേഴ്സും നമുക്ക് ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് തന്നെ. ഇത് മാത്രമല്ല, ട്രീ മാത്രമല്ല കേട്ടോ, നമുക്കിപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് നമ്മൾ വാഷ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ചെയ്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ വാഷ് ചെയ്തു, അത് കഴിഞ്ഞ് പാച്ചസ് വരച്ചു, ലൈൻസ് വരച്ചു, തിക്ക് ലൈൻസ് വരച്ചു, തിൻ ലൈൻസ് വരച്ചു, അതേപോലെ തന്നെ കേർവ്സ്, അതായത് ട്രീൻ്റെ ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് തന്നെയാണ് വരച്ചത്. അപ്പോൾ കേർവ്സ് വരച്ചു. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇതും ഒരു ഫ്ലാറ്റ് ബ്രഷിനെ നമുക്കെല്ലാം വരയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഒരുപാട് വെള്ളം എന്നുവെച്ചാൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ കളർ കാണില്ല, ഭയങ്കര ലൈറ്റായി പോകും. അപ്പോൾ ഇതാണ് ആ ഒരു എക്സാമ്പിൾ. അപ്പം നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വെള്ളം എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ഒരുപാട് വെള്ളം എടുക്കണ്ടേ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, നേരത്തെ ഞാൻ ആദ്യത്തിൽ മിക്സ് ചെയ്തപ്പം ഞാൻ മിക്സ് ചെയ്ത സ്ഥലത്ത് ഓൾമോസ്റ്റ് ഒരു ബ്ലൂ ആയിട്ട് കാണുന്നില്ലായിരുന്നു. ഇപ്പം അത് കാണുന്നില്ലല്ലോ എൻ്റെ പാലറ്റിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് കളർ കാണുന്ന രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആദ്യം ഒരു ഐഡിയ വേണം, നിങ്ങൾക്ക് ഏത് ഷെയ്ഡിലാണ് വേണ്ടത്, ഭയങ്കര ലൈറ്റാണോ ഭയങ്കര ഡാർക്കാണോ. അപ്പം ഭയങ്കര ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളം കൂട്ടി മിക്സ് ചെയ്തിട്ട് അടിക്കുക. അതല്ല നിങ്ങൾക്ക് കുറച്ച് ഡാർക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് പെയിൻറ്റ് പിഗ്മെൻറ്റ്സ് കൂട്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണില്ലേ. നമ്മൾ ഓൾറെഡി പെയിൻറ്റിങ് സെഷൻസും ട്യൂട്ടോറിയൽ സെഷൻസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർ കളറിനെ കൺസിഡർ ചെയ്യുമ്പോൾ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഫ്ലാറ്റ് വെച്ച് നമുക്കിതൊക്കെ ചെയ്യാം, പക്ഷെ എന്നാലും ഫ്ലാറ്റിനെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ബിഗിനേഴ്സ് ആകുമ്പം. അതൊന്ന് കൺട്രോളായി വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാട്ടോ, പിന്നെ സൂപ്പർ ഈസിയാണ്. പക്ഷേ റൗണ്ട് ബ്രഷ് അങ്ങനെയല്ല, റൗണ്ട് ബ്രഷ് ഭയങ്കര എളുപ്പമാണ്. അതിന് ഓൾറെഡി ടിപ്പ് ഉണ്ട്. അതേപോലെ നമ്മൾ കുറച്ച് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആദ്യം വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് ചെയ്യണം. അതായത് നമ്മൾ ആദ്യം പേപ്പർ വെറ്റ് ചെയ്തു, അതിനുശേഷം നോർമലി നമ്മൾ വാഷ് കൊടുക്കുന്ന മാതിരി, അതായത് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് വാഷ് കൊടുക്കുന്ന മാതിരി തന്നെ റൗണ്ട് ബ്രഷ് കൊണ്ടും വാഷ് ചെയ്തു. അപ്പോൾ നിങ്ങൾ റൗണ്ട് ബ്രഷ് കൊണ്ട് വാഷ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് പ്രാവശ്യം സ്ട്രോക്ക് ഉണ്ട് കേട്ടോ. അത് ഫ്ലാറ്റ് ബ്രഷിലാണെങ്കിലും നമ്മളൊരു വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം സ്ട്രോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ വൈറ്റ് പാച്ചസ് വരും. നമ്മൾ പേപ്പർ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് പാച്ചസ് വരും, കാരണം പെയിൻറ്റ് പിഗ്മെൻറ്റ്സ് ബ്രഷിൻ്റെ കൂടെ തിരിച്ച് കയറിപ്പോരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഒരേ സ്ഥലത്ത് അടിക്കാൻ നിൽക്കണ്ട. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ ഫുൾ പ്രഷർ കൊടുത്ത് വരയ്ക്കുകയാണെങ്കിൽ കണ്ടില്ലേ, നമുക്ക് ഇത്രയും നമ്മൾ റൗണ്ട് സൈസ് റൗണ്ട് ബ്രഷ്, ഇത് സൈസ് 8 ആണ്. ഈ സൈസിനെ കൊണ്ട് അത്ര വീതിയുള്ള ഒരു ലൈനേ നമുക്ക് കിട്ടുള്ളൂ. അതായത് ഫുൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ. പ്രഷർ കൊടുക്കുമ്പോൾ നിങ്ങൾ ബ്രഷിനെ പൊട്ടിക്കാൻ ശ്രമിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മളെ കയ്യിലേക്ക് സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ പേപ്പറിനോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഒരുപാട് ഫോഴ്സ് ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കത് തിന്നാക്കി വരയ്ക്കണം, ഭയങ്കര നേരിയ നൂല് പോലെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ഒരു പ്രശ്നം കൊടുക്കണ്ട, ഭയങ്കര ഫ്രീ ആക്കിയിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ തിൻ ലൈൻസ് വരച്ച് നല്ലൊരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടൊരു തിൻ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് പെയിൻറ്റ് പിഗ്മെൻറ്റ്സ് കൂട്ടിയിട്ട് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അതേപോലെ നമ്മൾ ഒരുപാട് വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുന്ന പോലെ തന്നെ എന്താവും, കളർ ലൈറ്റ് ആവും. അതേപോലെ ഇങ്ങനെ വെള്ളം ബ്രഷിൽ നിന്ന് താഴോട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ലൈനിൻ്റെ തിക്നെസ്സും കൂടിപ്പോവും. നമുക്ക് അധികം തിന്നാക്കി വരയ്ക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ ബ്രേക്സും ക്രാക്സും വരുന്ന പോലെ ഫീൽ ചെയ്യും നമ്മൾ ഒരുപാട് വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് വെള്ളം കൂട്ടാതെ, നമുക്ക് ഭയങ്കര മെലിഞ്ഞ സ്ട്രോക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കൂട്ടാതെ കുറച്ച് കൂടുതൽ കളർ പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവസാനത്തേക്ക് കാണാൻ തോന്നുന്നു. അതുണ്ടാവും നമ്മൾ ഒരുപാട് വെള്ളം കൂട്ടിയപ്പോൾ ഷെയ്ഡ് ലൈറ്റായി വന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ കളർ മിക്സിങ്ങിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ വെള്ളം കൂട്ടി വേണം മിക്സ് ചെയ്യാൻ വാട്ടർ കളറിൻ്റെ കാര്യത്തിൽ കേട്ടോ. നമുക്ക് റൗണ്ട് ബ്രഷ് കൊണ്ട് കാലിഗ്രാഫിയും അല്ലെങ്കിൽ ഭയങ്കര കേർവ്സും ബെൻഡും ഒക്കെ നല്ലപോലെ സ്മൂത്ത് ആയിട്ട് വരയ്ക്കാൻ പറ്റും, പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ റൗണ്ട് ബ്രഷിൻ്റെ ഇന്ന സൈസൊന്നും ഒന്നുമില്ല, നിങ്ങൾക്ക് ഏത് സൈസാണ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒരുപാട് ചെറുതായി പോയി കഴിഞ്ഞാൽ വാഷ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ റീസണബിൾ ആയിട്ടുള്ളൊരു സൈസ് എടുക്കുക. ഇതിപ്പം സൈസ് 8 ആണ്. അതിൻ്റെ മുകളിലേക്ക് എടുത്താലും വലിയ സീനൊന്നുമില്ല, കാരണം ഇതിന് ടിപ്പാണല്ലോ നമുക്ക് ഭയങ്കര പോയിൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിന്നായിട്ടുള്ള വർക്ക്സ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടിപ്പുള്ള ബ്രഷാണ് അതേപോലെ റൗണ്ട് ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ അത്യാവശ്യം നല്ലതാണ്. ഇനി റൗണ്ട് അല്ല മോബ് ബ്രഷ് ആണെങ്കിലും നല്ലതാണ് കേട്ടോ. വലിയ മോബ് ബ്രഷ് കിട്ടും, അത് അടിപൊളിയാണ് യൂസ് ചെയ്യാൻ വേണ്ടി. ഒരുപാട് വെള്ളം കുടിക്കുക, അതുകൊണ്ടാണ് അത് വാട്ടർ കളറിന് ശരിക്കും നല്ലൊരു ബ്രഷാണ് മോബ് ബ്രഷ്.
അപ്പോൾ ഇവിടെ ഫ്ലവർ ചെയ്തില്ല. ഈ ഫ്ലവർ റോസ് ഫ്ലവറിന് നമ്മൾ നടുവിൽ കുറച്ച് ചെറിയ ചെറിയ ഷേപ്സ് വരച്ച് പിന്നെ അതിന് ഔട്ടറാക്കി ഇപ്പോൾ കുറച്ചും കൂടി ഷേപ്സ് വരച്ചു. അപ്പോൾ ഇതിനകത്ത് കാണാം നടുവിൽ നമുക്ക് കുറച്ച് ഡാർക്കായി നിൽക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, കളർ കൂട്ടിയിട്ട് വെള്ളം കുറച്ച് ഹൈ കോൺസെൻട്രേഷനിൽ കളർ എടുത്തിട്ടാണ് ഡീറ്റെയിൽ ചെയ്തത്. പക്ഷേ ഔട്ട് സൈഡിലേക്ക് എനിക്ക് കുറച്ച് ലൈറ്റാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വെള്ളം കൂടുതൽ എടുത്തിട്ടാണ് അത് ഡീറ്റെയിൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം ബേസിക്കലി. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എന്താണ് ബ്രഷിൽ ഒരുപാട് വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ പെയിൻറ്റ് ലൈറ്റാവും, അതേപോലെ നമ്മൾ കൂടുതൽ കളർ പിഗ്മെൻറ്റ്സ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ഡാർക്ക് ആവും. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ബ്രഷിനെ യൂസ് ചെയ്യേണ്ടത്, ടിൽറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ, ബേസിക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽ ബ്രഷും കൂടി ഉണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഡീറ്റെയിൽ ബ്രഷ് മസ്റ്റ് അല്ല, കാരണം നമുക്ക് റൗണ്ട് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഡീറ്റെയിൽ ബ്രഷിൻ്റെ പിന്നെ ആവശ്യമില്ല. പക്ഷേ എന്നാലും കുറച്ചും കൂടി എളുപ്പത്തിന്, അതായത് കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മളെന്തെങ്കിലും മാനുവൽ ഹെയർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ബ്രഷ് വെച്ചിട്ട് കുറേ നേരം ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് സ്ട്രെയിൻഫുൾ ആയി തോന്നി വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേസിൽ നമുക്ക് ഡീറ്റെയിൽ ബ്രഷ് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതേപോലെ ഗ്രാസസ് ചെയ്യാൻ, പിന്നെ ഭയങ്കര മെലിഞ്ഞ ബ്രാഞ്ചസ് ഒക്കെ ചെയ്യാനെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ ബ്രഷിനെ കൊണ്ട് നമുക്ക് വാഷ് ചെയ്യാനൊന്നും പറ്റില്ല, ഭയങ്കര നിങ്ങൾക്കറിയാലോ മൈന്യൂട്ട് ലൈൻസ്, ഭയങ്കര തിന്നായിട്ടുള്ള ലൈൻസ്. അപ്പോൾ ഡീറ്റെയിൽ ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കളർ പിഗ്മെൻറ്റ്സും കുറച്ച് വെള്ളം എന്നുള്ള രീതിക്കാണ് ചെയ്യേണ്ടത്. എന്നാലേ ആ ഒരു ലൈനിന് അത്ര ഷാർപ്നെസ്സും ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രോക്കിനൊരു ഇത് വരുള്ളൂ, ഡെഫിനേഷൻ വരുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ലൈറ്റായി പോകും. അപ്പം നോർമലി നമ്മൾ ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്യുക കുറച്ചൊരു ഡെഫിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പെയിൻറ്റും കുറച്ച് വെള്ളം എന്നുള്ള രീതിക്കാണ് അതിൻ്റെ മിക്സ് വരേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽ ബ്രഷിന് ചെയ്തതിന് എത്ര വലിയ വലിയ ലൈനില്ല, അതാണ് അതിൻ്റെ മാക്സിമം. അതിൽ കൂടുതൽ വലുത് നമുക്ക് അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നാച്ചുറലി നമുക്ക് വാഷ് ചെയ്യാൻ അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ബ്രഷിനെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ബ്രഷ് വേണം നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.